ഹലോ, പേർലിമണി ഉണ്ടാക്കിയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മുട്ടച്ചുരുട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഞാനും രാത്രി തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മുട്ടച്ചുരുട്ട് കറി ഉണ്ടാക്കിയിട്ട് ഞാൻ പേർലിമണിനെ ടാഗ് ചെയ്തിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അന്നയും ഒരു 12 മണിയായ സമയത്താണെന്ന് തോന്നുന്നു തിരിച്ചിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ടാഗ് ചെയ്തിട്ട്. പരിപ്പിലേക്ക് ഉള്ളിയും തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 3 വിസിലിന് വേവിക്കുക. ചിരകി വെച്ച തേങ്ങയിലേക്ക് ഗ്രാമ്പു, പട്ട, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ പിന്നെ കശകശ അങ്ങനത്തെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് മല്ലിച്ചപ്പ്, മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെയും കുറച്ചും കൂടി മൂത്ത് വരുന്ന സമയത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വെക്കുക. ഈ ഒരു നല്ല ബ്രൗൺ പരുവാകുമ്പോഴത്തേക്ക് അത് മാറ്റി വെച്ച് തണുക്കാൻ വെക്കുക. അപ്പോഴേക്ക് ഞാൻ മുട്ടയാക്കുന്നുണ്ട്. ഉള്ളിയും കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് 4 മുട്ടയും കൂടി പൊട്ടിച്ചിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അടിച്ച് എടുത്തിട്ട് അത് ഓംലെറ്റ് പോലെ ആക്കുന്നുണ്ട്. പാന് ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് എണ്ണ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട വെച്ച് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇതിലിപ്പോൾ ഉള്ളിയെല്ലാം നടുഭാഗത്താണ്, പക്ഷേങ്കിൽ ഞാനതെല്ലാം ഉള്ളിയെല്ലാം സൈഡിലേക്കെല്ലാം ആക്കിയിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അധികം എന്താ പറയുക, നല്ലോണം വേകാത്ത രീതിയിൽ, അധികം ഉണങ്ങിയെടുക്കാത്ത രീതിയിൽ, കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് അതൊന്ന് ചുരുട്ടി എടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മുട്ട 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 മുട്ടയിൽ 15 പീസ് കിട്ടിയിട്ടുണ്ട്. ഒരു മുട്ടയിൽ 5 പീസ് വെച്ചിട്ട്. അപ്പോൾ 4 മുട്ടക്ക് അനുസരിച്ചിട്ടുള്ള അളവുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങയാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്തെന്നാണെങ്കിലും 4 മുട്ടക്ക് അനുസരിച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. 3 ഓംലെറ്റാണ് ഞാനിവിടെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ 3 ഓംലെറ്റ് നിന്ന് 15 പീസായിട്ട് ഒന്നിൽ 5 എണ്ണം വെച്ചിട്ട് 15 പീസ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അതാക്കുമ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുമുണ്ട്. പിന്നെ ഇതൊക്കെ വെക്കുന്നൊന്നുമില്ല, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തണിയാൻ വേണ്ടി വെക്കുന്നില്ല. അന്നേരം തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഗുജറാത്തിൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇറച്ചിയും മീനും എല്ലാം കൂട്ടാനും അതുപോലെ അതിൻ്റെ സ്മെല്ലെല്ലാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്കിത് ഇടയ്ക്കെല്ലാം ഈ ഒരു കറി നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ അതങ്ങനെ മുട്ടയും കൂടി 3 മുട്ടയും കൂടി ചുരുട്ടി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു അളവിലെടുക്കുക. ഇച്ചിരി കൂടി നിർമ്മിക്കണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി വീതി വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പം നേരത്തെ തണിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു മസാല കൂട്ടെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് ഈ ഒരു വെന്ത പരിപ്പ്, ഉള്ളി, തക്കാളി അതിലേക്ക് കൂട്ടി ചേർക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടി മിക്സ് ആക്കിയപ്പോൾ തന്നെ മുട്ടയേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറീൻ്റെ ആ ഒരു പരുവ് ആയതിനു ശേഷം മാത്രമേ മുട്ടയുണ്ടൂ. പിന്നെ ഈ മുട്ടയിട്ടതിന് ശേഷം പിന്നെ ഇളക്കാനൊന്നും പാടില്ല. അത് പിന്നെ അത് ഇളകിപ്പോരും, മുട്ട മടക്കിയത് ഇളകിപ്പോരും. അപ്പോൾ അതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് മുക്കിയിട്ട് വെക്കുക മാത്രം. അല്ലാണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാനും അതിന് ശേഷം പിന്നെ ഉപ്പിട്ടിട്ടാകുമ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇളക്കേണ്ടി വരും. അപ്പോൾ മുന്നേ എല്ലാം ഉപ്പ് നോക്കി ലെവലാക്കി സെറ്റാക്കി വെച്ചിട്ടെടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പേർലിമൺ റെസിപ്പി വീഡിയോ ഇത്രയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്